ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാളൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ജൂൺ 3 ദേവയുടെ LKG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പം ഭയങ്കര ടെൻഷനുണ്ട് എനിക്ക്. കാരണം ദേവ ഇപ്പോഴും ഏകദേശം 1.5 വർഷത്തോളം അവൻ അംഗനവാടിയിൽ പോയിട്ടുണ്ട്. അത്രയും സമയവും അവനെ കൊണ്ടുവിടുമ്പോഴും എന്നെ വിട്ട് മാറി നിൽക്കുമ്പോൾ അവനൊന്ന് കരയും. കുറച്ച് സമയം കരഞ്ഞതിന് ശേഷം അവൻ ആക്റ്റീവ് ആവും എന്നാണ് അംഗനവാടിയിൽ നിന്ന് ടീച്ചേഴ്സ് പറയാറ്. അപ്പോൾ ഇന്ന് അവൻ LKGയിലേക്ക് പോവാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനാണ്. പുതിയ സ്കൂളാണ്, പുതിയ അറ്റ്മോസ്ഫിയർ. അംഗനവാടിയിലുള്ളതിനേക്കാൾ കൂടുതൽ കുട്ടികളുണ്ടാവും. അവൻ അവിടെ എന്താണ് ചെയ്യാൻ പോണത്, എങ്ങനെയാണ് അവിടെ അവൻ അതിജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് സത്യം പറയാലോ നല്ല ടെൻഷനുണ്ട്. എന്നാലും ആ ടെൻഷനൊന്നും കാണിക്കാൻ എനിക്കിപ്പം പറ്റില്ല. കാരണം അവൻ്റെ ഭാവിയാണ്. അവൻ നന്നായി വളരണമെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ അവന് കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ അവന് എല്ലാ രീതിയിലുള്ള മോഡൽ സപ്പോർട്ടും ഞാൻ ചെയ്യണം. അപ്പോൾ അവനെ ആക്റ്റീവാക്കി എടുക്കുക. എൻ്റെ ടെൻഷൻ പുറത്ത് കാണിക്കാതെ ഞാൻ അവനെ ഫുൾ എൻകറേജ് ചെയ്തുകൊണ്ട് കൊണ്ടുപോവാണ് LKGയിലേക്ക്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോവാം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എൻ്റെ മകൻ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വേഗം തുടങ്ങാം. ദേവ എങ്ങോട്ടാ പോകുന്നേ? LKG പോവാണോ? സന്തോഷാണോ പോവാൻ? ഇഷ്ടാണോ? ഹാപ്പിയാണോ? അപ്പം നമുക്ക് പോവാം LKG. പൊന്നുവിന് യൂണിഫോം കിട്ടിയില്ലേ? കിട്ടിയില്ല. അപ്പോൾ കളർ ഡ്രസ്സ് ഇടാൻ പറ്റുമോ? മിസ് പറഞ്ഞോ കളർ ഡ്രസ്സ് ഇട്ടിട്ട് വന്നോനാ? അതെ, മിസ് പറഞ്ഞല്ലോ കുറച്ച് ദിവസം കളർ ഡ്രസ്സ് ഇട്ടോ, യൂണിഫോം സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടുന്നത് വരെ സാരില്ല പറഞ്ഞു. ആ, മാമന്മാര് പീടിയെന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളെ വിളിക്കും. യൂണിഫോം റെഡി ആയിട്ടുണ്ട് വന്നോ പറയുമ്പോൾ നമുക്ക് പോയി വാങ്ങാം. അതുവരെ നമ്മൾ കളർ ഡ്രസ് ഇട്ടിട്ട് LKGയിൽ കരയരുത്. എഴുന്നേറ്റ് നിൽക്ക് ദേവാ. ഈ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത് ജീപ്പിലാണ്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ ദേവയും ജീപ്പിലാണ് സ്കൂളിൽ വരികയും പോവുകയും ചെയ്യാം. ക്ലാസ്സിലിപ്പം ദേവക്ക് പാട്ടൊക്കെ പാടിക്കൊടുക്കുകയാണ് ടീച്ചർ. പക്ഷേ ദേവ പോക്കറ്റിൽ എന്തോ വെച്ചിട്ട് അതും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ടീച്ചർ പാടുന്നത് നോക്കുകയും ചെയ്യുന്നുണ്ട്. ടീച്ചർക്കിപ്പോൾ ഓഫീസിൽ നിന്നും ഒരു കാർഡ്ബോർഡ് ബോക്സിൽ കുറച്ച് സ്ലേറ്റ്, അതായത് കുട്ടികൾക്ക് എഴുതി പഠിക്കാനുള്ള സ്ലേറ്റും പെൻസിലിൻ്റെ ഒരു ബോക്സും കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ടീച്ചർ ഓരോരോ കുട്ടികൾക്കായി ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഇത് ഓൾറെഡി ഇതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ഞങ്ങൾ ആദ്യം തന്നെ അടയ്ക്കുന്നുണ്ട്. കുട്ടികൾക്കുള്ള ബുക്സ്, യൂണിഫോം, ഫസ്റ്റ് ടേം ഫീസ്, പിന്നെ ബെൽറ്റ്, ഷോക്സ്, ഇതിൻ്റെയൊക്കെ പൈസ ആദ്യമേ അടച്ചിട്ടുണ്ട്. കാരണം ദേവ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മുടെ സാധാരണ നോർമൽ സ്കൂളിനെക്കാട്ടും വ്യത്യാസമായതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് തരേണ്ടതായിരുന്നു നമ്മുടെ ഫീസൊക്കെ അടച്ചിട്ട് വരുമ്പോൾ. പക്ഷെ അന്ന് അത് എത്താത്തത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ സ്കൂൾ ഡയറി, പിന്നെന്താണ് ഇവരുടെ ബാഡ്ജ്, കുട്ടികൾക്കുള്ള ബാഡ്ജ്, യൂണിഫോമിൽ സ്റ്റിച്ച് ചെയ്യാനുള്ളത്, അതൊക്കെ ഇന്നാണ് കൊടുത്തു വിട്ടത്. കുട്ടികളുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടി ടീച്ചർ പാട്ട് പാടുന്നുണ്ട്, കഥകൾ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ കുട്ടികൾ കരയുന്നുണ്ട്. സ്റ്റാൻഡപ്പ് പറയുമ്പം അതിനെ പ്രതിഷേധിച്ച് ഒറ്റയിരുത്തം കസേരയിൽ ഇരിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ പല രീതിയിൽ അവിടെ ആ സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഓരോരോ ആക്ടിവിറ്റീസ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ദേവ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നത് നിങ്ങൾ ക്യാമറയിൽ തന്നെ കാണുന്നുണ്ടാവും. ദേവ ഒന്ന് ടീച്ചറെ നോക്കിയാൽ 2 പ്രാവശ്യം എന്നെ നോക്കും. ഞാൻ അവിടുന്ന് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദേവ അവിടെ ഭയങ്കര ലഹളയാണ്, ഭയങ്കര കരച്ചിലാണ്.
ടീച്ചർക്ക് പോലും പിടിച്ചിട്ട് കിട്ടാത്തൊരു സിറ്റുവേഷനാണ് ചില സമയത്ത് വന്നത്. അപ്പം ഞാൻ അവിടെ തന്നെ അവൻ കാണുന്ന രീതിയിൽ തന്നെ ഞാൻ അവിടെ ഇരുന്നു. ക്ലാസ്സിൽ തന്നെയാണ് ഞങ്ങൾക്ക് പാരൻസിന് നിങ്ങൾ കാണുന്നുണ്ടാവും, നേരെ കുട്ടികൾക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് പാരൻസ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ബെഞ്ച് ഇട്ടിട്ട് പാരൻസ് ഇരിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ ഓരോരോ കാര്യം പറയുന്നുണ്ട്. കുട്ടികളോട് കരയരുത്, എല്ലാവരും ഇരിക്കണം, ഇതാണ് നിങ്ങളുടെ ഫ്രണ്ട്സാണ്, എല്ലാവരും പരിചയപ്പെടും, പേര് പറഞ്ഞു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദേവ എൻ്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. കുട്ടികൾ ചിലരൊക്കെ പേര് പറയുന്നുണ്ട്, ചിലർ ആ സമയത്ത് ക്ലാസ്സിൽ ഇരുന്നിട്ട് പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നുണ്ട് മറ്റുള്ള ഫ്രണ്ട്സിന്. ചിലർ നല്ല ആക്റ്റീവാണ് കേട്ടോ, നല്ല ആക്റ്റീവായിട്ട് എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നുണ്ട്. എൻ്റെ ദേവയോട് പേര് ചോദിക്കുമ്പോൾ പോലും പേര് വരെ പുറത്ത് ഒച്ചത്തിൽ പറയാതെ വളരെ സ്ലോ ആയിട്ടാണ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഒറ്റ ചിന്തയേ ഉള്ളൂ, അമ്മ പോവരുത്, അമ്മ പോവരുത് എന്നുള്ള ഒറ്റ ചിന്ത. അപ്പോൾ അവൻ ഞാൻ കാണാൻ ഇരിക്കുന്നത് കൊണ്ടാവാം അവനിപ്പോൾ ആക്റ്റീവായിട്ട് കസേരയിൽ വരുന്നത്. ലല്ലുവിനോട് സംസാരിച്ചോ, ലല്ലുവിനോട് സംസാരിക്കും, ലല്ലുവിനോട്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാർക്ക് കൂടി ഈ വർഷം മുതൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇനോഗ്രേഷൻ ഇന്നാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ കുട്ടികളെ ആരെയും ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ടില്ല. ഇവിടെ ഫുള്ളായിട്ട് ഇവർ റിബണൊക്കെ കെട്ടി ഇനോഗ്രേഷന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സൊക്കെ നടത്തി വെച്ചേക്കാണ്. അപ്പോൾ ഇതാ ഇനോഗ്രേഷൻ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ ഈ പാർക്കിൻ്റെ ഉള്ളിൽ ഓരോ ക്ലാസ് വൈസായിട്ട് കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനോഗ്രേഷനാണ്. ആ ചടങ്ങ് കഴിഞ്ഞാൽ ഫസ്റ്റ് 4th സ്റ്റാൻഡേർഡിലെ കുട്ടികളെ കൊണ്ടുപോകും, പിന്നെ 3rd, പിന്നെ 2nd, പിന്നെ 1st, പിന്നെ UKG, ലാസ്റ്റാണ് LKGയിലെ കുട്ടികളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം. ഇനോഗ്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാ കുട്ടികൾക്കും പാരൻസിനും അവിടെ വന്ന എല്ലാവർക്കും പായസം കൊടുത്തു. അപ്പം ദേവയ്ക്ക് മധുരം അത്ര വലിയ ഇഷ്ടമല്ല. ഒരുപാട് മധുരമുള്ള പായസമാണെങ്കിലും പാലാണെങ്കിലും നമ്മൾ ചായ കൊടുത്താലും അല്ലെങ്കിൽ ഒരു ജ്യൂസിൽ തന്നെ കുറച്ച് കൂടുതൽ മധുരം ആയാൽ കുട്ടി കുടിക്കില്ല. അവന് ഭയങ്കര ഇഷ്ടക്കേടാണ് ഈ മധുരം. അപ്പോൾ ഈ മധുരം തീരെ കഴിക്കാത്ത കുട്ടിയൊന്നുമല്ല, പക്ഷേ ഒരു നോർമൽ നമ്മുടെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇല്ലേ, ഒരു മീഡിയം ചായക്കൊക്കെ ഒരു കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളില്ല. ആ ഒരു കാറ്റഗറിയിൽപ്പെട്ടതാണ് ദേവക്ക് ഒരുപാട് സ്വീറ്റ്സ് ഒന്നും വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. അപ്പോൾ അതാ അവൻ്റെ പായസം ബാക്കിയാണ്. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് എഴുന്നേറ്റ് അവൻ പോയി. പിന്നെ അതാ അവൻ ഇരുന്ന് ബോട്ടിലെ വെള്ളം കുടിക്കാൻ തുടങ്ങി. അതും മതിയായി. അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് വേണ്ട, മതി, ഇനി അമ്മ കഴിച്ചോ, ഞാൻ വെള്ളം കുടിച്ചോളാം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ മോന് മതിയെങ്കിൽ നിർത്തിയേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചിരിക്കൊക്കെ ചെയ്ത് അത് ബോട്ടിലും അവിടെ വെച്ച് പിന്നെയും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി ഇരുന്നു. പിന്നെ ഇത് അവൻ്റെ ബാഗ് തുറന്നിട്ട് ടീച്ചർ വെച്ച സ്ലേറ്റ് അത് എല്ലാവരുടെ മുന്നിൽ എടുത്ത് നോക്കാനൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ അതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി. പിന്നെ അവർക്ക് ഓരോരോ മിൽമയുടെ പേട കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ അത് അവനെ അപ്പം കഴിക്കാതെ ബാഗിൽ വെച്ചിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ബാഗിൽ വെച്ച് കൊണ്ടുവന്നപ്പോഴാണ് അവൻ്റെ പെൻസിൽ ബോക്സ് കാണുന്നത്. അത് ലല്ലുവിനെ കാണിക്കാനുള്ള പരിപാടിയിലാണ്. ലല്ലു അതിൻ്റെ പെൻസിൽ ബോക്സിൻ്റെ മുകളിൽ ചെറിയ ഒരു എന്താ പറയുക, എന്തൊക്കെയോ കളിക്കാനുള്ള കുറച്ച് ഐറ്റംസ് അതിൻ്റെ മേലെയുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, അത് ലല്ലുവിന് കാണിച്ചു കൊടുത്തു. പിന്നെ പേട എടുത്തിട്ട് എനിക്ക് കാണിച്ചു തന്നു. പിന്നെ ഇത് അവന് ഞാൻ ചെറിയ ഒരു കണ്ടെയ്നറിൽ നമ്മൾ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ മീഷോന്ന്, ആ കണ്ടെയ്നറിൽ കുറച്ച് ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ലല്ലുവിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ലല്ലുവിന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ദേവ പിന്നെയും അതൊക്കെ ബാഗിൽ വെച്ച് സിബൊക്കെ അടച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇതാ ലല്ലുവിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ക്ലാസ് റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ചുറ്റി കറങ്ങാൻ തുടങ്ങി അവൻ തന്നെ. അപ്പോൾ അവൻ കുറച്ചൊക്കെ ആക്റ്റീവായി വരുന്നുണ്ട്. അവനെ ക്ലാസ്സുമായിട്ട് ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പം ഇനി സെറ്റാവും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കും വന്നു. കാരണം ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു കരച്ചിലിൻ്റെ ടെൻഡൻസി ഒന്നും ഇപ്പം അങ്ങനെ കാണാനില്ല. പക്ഷെ ഞാൻ അവിടുന്ന് മാറുമ്പോൾ ഇപ്പോഴും കരയുന്നുണ്ട്. എന്നാലും
പോകെ പോകെ അത് മാറും എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ദേവയുടെയും ലല്ലുവിൻ്റെ അടുത്തിരിക്കുന്ന ഒരു കുട്ടിയുടെ വാട്ടർ ബോട്ടിൽ നിലത്ത് വീണ് ക്ലാസ് റൂമിൽ അവിടെ വെള്ളമൊക്കെ മറിഞ്ഞു. ഈ ജീപ്പിലാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ പേരൻസൊക്കെ പായസമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്കൂള് വരുന്നത് ഒരു കുന്നിൻ്റെ ചെരുവിലാണ്. നല്ല പൊളി അറ്റ്മോസ്ഫിയറാണ്. എന്താ പറയുക, നമുക്ക് ഈ നമ്മുടെ ഈ സ്കൂളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് മറ്റൊരു കുന്ന് കാണാം. നമ്മൾ പറയില്ല ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയാൽ മറ്റൊരു കുന്ന് നമുക്ക് നോക്കിയാൽ കാണാമെന്ന്. അപ്പോൾ അതുപോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയറുള്ള ഒരു സ്ഥലമാണ്. നല്ല എനിക്ക് പോസിറ്റീവ് വൈബ്, പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സ്ഥലം. എപ്പോഴും കാറ്റ്, നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഒക്കെയാണ്. അപ്പോൾ ഇതാണ് ദേവയുടെ ലല്ലുവും ദേവയും കൂടെ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. ബിസ്ക്കറ്റാണോ അല്ലെങ്കിൽ മുട്ടായി ആണോ കഴിക്കുന്നത്? ആ മിൽമയുടെ പേട കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതാണോ കഴിക്കുന്നതെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. രണ്ടാളും എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ആക്റ്റീവായി. ക്ലാസ് റൂമിൽ ബാക്ക് ബെഞ്ചിൽ ഒരു കുട്ടിയോട് വെള്ളം മറിഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ഇപ്പം കുറച്ച് വൃത്തികേടായി കിടക്കുകയാണ്. ടീച്ചർ അതൊക്കെ അവിടെ നിന്ന് സെറ്റ് ആക്കുന്നുണ്ട്. എന്നാലും നിലത്തുള്ള വെള്ളം പോകാൻ കുറച്ച് പ്രയാസമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇവരെ LKG കുട്ടികളെ പാർക്കിലേക്ക് കൊണ്ടുപോയി. ദേവ ഇപ്പോൾ ആക്റ്റീവായി. ലല്ലുവും ദേവയും കൂടെ പാർക്കിൽ ആദ്യം തന്നെ ഊഞ്ഞാലിലാണ് ഇരുന്നത്. പക്ഷേ ഊഞ്ഞാൽ ആട്ടിക്കൊടുക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ടും കാലിൽ പൂഴിയൊക്കെ ആകുന്നതുകൊണ്ട് ദേവമെല്ലാം അതിൽ നിന്നും എഴുന്നേറ്റു. ദേവക്ക് സ്ലൈഡിലായിരുന്നു ഭയങ്കര ഇഷ്ടം. അങ്ങനെ ദേവ എൻ്റെ അടുത്ത് പെർമിഷനൊക്കെ ചോദിച്ചു. മെല്ലെ അതിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാ ദേവ ഇങ്ങനെ കാര്യം. ലല്ലുവിന് പക്ഷേ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ലല്ലുവിന് കളിക്കാനുള്ളൊരു താല്പര്യം ഇന്ന് ഉണ്ടായിരുന്നില്ല. കാരണം ലല്ലു അവൻ്റെ ഏട്ടൻ്റെ കൂടെ, ഏട്ടൻ ഇപ്പം 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, അവൻ്റെ കൂടെയാണ് വന്നേക്കുന്നത്. അച്ഛനും അമ്മയും ഒക്കെ ബിസി ആയതുകൊണ്ട് തന്നെ മോൻ അങ്ങനെയാണ് വന്നത്. അച്ഛമ്മ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛമ്മ വന്ന് മോൻ ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോൾ പോയതാണ്. പിന്നെ ഞാൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ലല്ലു ഓക്കെയാണ്. കളിക്കാനൊന്നും അവൻ ഇന്ന് അത്ര ഇത് കാണിച്ചില്ല. ലല്ലു പിന്നീട് എൻ്റെ അടുത്ത് വന്ന് പാർക്കിൽ ഞങ്ങളവിടെ ഒരു സ്ഥലത്ത് ഇരിക്കാനുള്ള ചെറിയൊരു ഭാഗമുണ്ട്. ഞാനും ലല്ലും കൂടെ അവിടെ ഇരുന്നു. ദേവമെല്ലാം ഓരോരോ സ്ലൈഡിലായിട്ട് കയറിയിട്ട് ഊരാൻ തുടങ്ങി. ഇങ്ങനെ അവനെ കുറച്ച് സമയം ഞങ്ങൾ ഫ്രീ ആയിട്ട് വിട്ടു. അപ്പം മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങി. അപ്പോൾ മഴ വന്നപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു കുട്ടികൾക്ക് പനി വരും, എല്ലാ കുട്ടികളും വേഗം അവരവരുടെ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി. അപ്പം ഇനിയിപ്പം രക്ഷിതാക്കൾക്ക് കുട്ടികളെ കൊണ്ടുപോകാം. അതല്ല ജീപ്പിൽ വന്ന മക്കളാണെങ്കിൽ ജീപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ദേവയെ ഞാനിന്ന് തിരിച്ച് എൻ്റെ കൂടെ തന്നെയാണ് കൊണ്ടുവരുന്നത്. കാരണം ഇന്ന് ഞാൻ ജീപ്പിൽ വിടുന്നില്ല. നാളെ മുതൽ എല്ലാ രക്ഷിതാക്കളും കുട്ടികളെ നിർബന്ധമായും, അത് LKG മുതലുള്ള എല്ലാ മക്കളെയും ജീപ്പിൽ തന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം രക്ഷിതാക്കൾ എല്ലാ ദിവസവും കൂടെ വരികയാണെങ്കിൽ കുട്ടികൾക്ക് അത് പിന്നെ അവർ എന്താ പറയുക, എല്ലാ ദിവസവും അച്ഛനും അമ്മയും വരും എന്നുള്ളൊരു ചിന്ത വരും. അതുകൊണ്ട് തന്നെ കുട്ടികളെ ജീപ്പിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുട്ടികൾ അധികമായിട്ട് വാശി പിടിക്കുന്ന മക്കളോ ഉണ്ടെങ്കിൽ നിങ്ങളെ നിർബന്ധമായിട്ടും ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്കുള്ള കുട്ടികൾക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും സേഫും കെയറിങ്ങും ഞങ്ങൾ ഓരോ ടീച്ചേഴ്സും നൽകും എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ദേവേനെയും കൊണ്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഞാൻ 2 വീലറിലാണ് ദേവയെ കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് 2 വീലർ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് ഭയങ്കര ഒരു കയറ്റാണ്. നിങ്ങൾക്ക് അത് കാണാം. ഞാനിത് കാണിച്ചു തരാം. നാളെ തനിച്ച് വരണം കേട്ടോ ജീപ്പിൽ. അമ്മ വരില്ലേ? പൊന്നോ ഇങ്ങോട്ട് നോക്കിക്കേ. നിൽക്കവണേ. അയ്യോ എന്തൊരു ഇറക്കാം ഇത്, ഭയങ്കര ഇറക്കാം. ഇവിടെ വണ്ടി കയറ്റാൻ ബുദ്ധിമുട്ടാണോ? ഓ ചൂടായോ? പോവാം, നമുക്ക് പോവാം. നാളെ LKG ഒറ്റയ്ക്ക് വരുമോ? ഇഷ്ടായോ മോനെ? ഉറങ്ങിയിട്ട് ജീപ്പിലാ വരുമോ മാമൻ്റെ കൂടെ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ബായ് പറ, ടാറ്റ പറ, ലവ് യു ഓൾ പറ. ഒരു ഉമ്മ കൊടുത്തേ, ഫ്ലൈങ് കിസ്. നോക്കിയിട്ടല്ലേ കൊടുക്കണ്ട ഉമ്മ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ദേവയുടെ പുതിയ സ്കൂളാണ്, LKGയിൽ പോവാണ് ദേവ. അപ്പോൾ ദേവയുടെ സ്കൂൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ദേവ കുറേ കാര്യമൊക്കെ ചെയ്തു. പിന്നെ അവൻ ഹാപ്പിയായി. നാളെ മുതൽ അവൻ തനിച്ച് വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ബൈ.